നമസ്കാരം. ജ്യോതിഷൻ്റെ അടുത്ത് എപ്പോഴാണ് ഒരു പ്രശ്നകാരി ചെല്ലുന്നത്? അയാളുടെ കഷ്ടസമയങ്ങളെ എന്നാണ് മാറുന്നത് എന്നറിയാനായിട്ട്. ആ ജ്യോത്സ്യൻ്റെ അടുത്ത് അയാൾ ചെല്ലുമ്പോൾ ദക്ഷിണ വെച്ച് കബഡിപ്പലകയിൽ കബഡികളെല്ലാം നിരത്തി പരസംഖ്യകൾ മാറ്റി അയാളുടെ രാശി അപ്പോൾ കിട്ടുന്ന ലഗ്നം ഏതാണോ ആ ലഗ്നത്തിൻ്റെ ഫലമായിരിക്കും അയാൾക്ക് ഓരോന്നും പറയുന്നത്. അപ്പോൾ കഷ്ടദുരിതങ്ങളുള്ള സമയത്താണ് ഒരാൾ ജ്യോത്സ്യനെ അത്യാവശ്യമായി കാണാൻ ചെല്ലുന്നത്. എപ്പോഴാണ് അയാളുടെ സമയം നേരെയാവുന്നത്, എപ്പോഴായിരിക്കും അയാൾക്ക് നല്ല കാലങ്ങൾ ഉണ്ടാകുന്നത്, അല്ലെങ്കിൽ അയാൾ എങ്ങനെയായിരിക്കും ഇനിയുള്ള കാലങ്ങൾ വിജയിക്കുന്നത് എന്നൊക്കെ അറിയാനായിട്ടാണ് ജ്യോത്സ്യൻ്റെ അടുത്ത് ചെല്ലുന്നത്. തനിക്ക് എപ്പോഴാണ് കഷ്ടകാലം വരുന്നതെന്ന് ഒരിക്കലും ഒരാളും ചോദിച്ചു ചെല്ലാറില്ല. തൻ്റെ കാലങ്ങൾ എങ്ങനെയാണെന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ടുള്ള യാത്രയിലാണ് ജ്യോത്സ്യൻ്റെ അടുത്ത്. അപ്പോൾ ജ്യോത്സ്യൻ കൃത്യമായി ഗണിച്ച് അയാളുടെ ജാതകം പരിശോധിച്ച് അയാൾക്ക് ഫലങ്ങളെല്ലാം പറഞ്ഞു കൊടുക്കും. അതിൻ്റെ ദശാസന്ധികളുടെ സമയങ്ങളും അയാൾക്ക് ഇപ്പോൾ രാശിവശാലുണ്ടാകുന്ന ഫലങ്ങളുമെല്ലാം അയാൾക്ക് പറഞ്ഞു കൊടുക്കുമ്പോൾ ആ പ്രവചനങ്ങളെല്ലാം സത്യമാകണമെങ്കിൽ അയാളുടെ ജനനസമയവും നക്ഷത്രവും വർഷമെല്ലാം കൃത്യമായിരിക്കണം, അല്ലെങ്കിൽ ആ ഫലം തെറ്റിപ്പോകും. അപ്പോൾ പ്രവചനങ്ങൾ എപ്പോഴും ഫലമാകുന്നത് തൻ്റെ സമയത്ത് വരുന്ന നിമിത്തമനുസരിച്ച് ആ ഫലങ്ങളെല്ലാം കൃത്യമായിട്ട് ജ്യോതിഷന് പറയാൻ സാധിക്കും. ഇതൊന്നും അറിയാത്തവർ എന്ത് ചെയ്യും? തനിക്ക് നക്ഷത്രവുമില്ല, ജനസമയം അറിയില്ല, ഒന്നും അറിയാത്തവരാണ് അവസാനം നാഡി എന്ന് പറയുന്ന നമ്മുടെ ഈ ഗ്രന്ഥത്തെ ആശ്രയിക്കുന്നത്. അങ്ങനെ ആശ്രയിക്കുന്നവർക്ക് ഇതിൻ്റെ വിഷയങ്ങളുമില്ല. അയാൾ അനുഭവിച്ച കാര്യങ്ങൾ എന്തൊക്കെയാണ്, അയാൾക്ക് വരാൻ പോകുന്ന കാര്യങ്ങളൊക്കെ എന്താണ്, അല്ലെങ്കിൽ ഇനി കഴിഞ്ഞ ജന്മങ്ങളുടെ കാര്യത്തിൽ എന്തൊക്കെയാണെന്ന് വ്യക്തമായിട്ട് നാഡിയിലെ അവർക്ക് പറഞ്ഞു കൊടുക്കുന്നു. ഇത് രാശികളൊന്നും അറിയാൻ പാടില്ല, ജനസ അറിയാൻ പാടില്ല. ഇതൊക്കെ അറിയാത്തവർക്കാണ് നാഡി വായിക്കുക എന്നുള്ള പറ്റുന്നത്. നാഡിൽ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാൻ സാധിക്കും. അതുകൊണ്ട് ജ്യോതിഷത്തെ അവിശ്വസിക്കേണ്ട, പക്ഷേ ജ്യോതിഷത്തിൻ്റെ അടുത്ത് ചെല്ലുമ്പോൾ കൃത്യമായിട്ട് നിങ്ങൾക്ക് ജനനസമയം അറിഞ്ഞിരിക്കണം, നിങ്ങളുടെ ജാതകം കൃത്യമായിരിക്കണം. പഴയ കാലഘട്ടത്തിലേക്ക് ജാതകം കൃത്യമായിരിക്കും. ഇന്നത്തെ കാലഘട്ടത്തിൽ ഈ പ്രായമായതിനു ശേഷം കൂടെ ജാതകം എഴുതും. അപ്പോൾ അയാളുടെ സമയമൊക്കെ മാറിപ്പോകും. അപ്പോൾ ഒരു ജാതകം എനിക്ക് എഴുതി തരണം എന്ന് പറഞ്ഞാൽ ആ ജാതകം എഴുതി കൊടുക്കാൻ പറ്റില്ല. ഞങ്ങളങ്ങനെ ആരും ചെയ്യാറില്ല. കാരണം ജനിക്കുന്ന സമയത്ത് ജാതകമായിരിക്കും എപ്പോഴും കൃത്യമായിട്ട് വരുന്നത്. പിന്നീട് ആലോചിച്ചെടുക്കുന്ന സമയങ്ങളായിരിക്കും അതിൻ്റെ തെറ്റുകുറ്റങ്ങൾ ഒരുപാടുണ്ടാവും. അതിൻ്റെ ഫലങ്ങളും കുറയും, ഫലങ്ങൾ മാറിപ്പോവുകയും ചെയ്യും. മറ്റൊരാളുടെ ജാതകത്തിൻ്റെ ഫലം ഇയാൾക്ക് പറഞ്ഞു തന്നിട്ട് ഒരു കാര്യമില്ല. അതുകൊണ്ട് ജാതകം ഇല്ലാത്തവർ ജ്യോതിഷം നോക്കുമ്പോൾ രാശി വെച്ച തന്നെ നോക്കി അയാളുടെ ആ നിമിത്ത സമയങ്ങളെ കൊണ്ട് പ്രവചനം ചെയ്യിപ്പിക്കുന്നതായിരിക്കും ഏറ്റവും ഉത്തമമായ മാർഗം. നന്ദി, നമസ്കാരം.